ഇവർക്കൊക്കെ ഒരു ധൈര്യമുണ്ട്. അതായത് ഞാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സീസൺ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാൻസ്, അതായത് കുറ്റം പറയുന്ന ഫാൻസ് തന്നെ മാനേജ്മെൻറ്റിനെ പൊക്കിപ്പറയും എന്നുള്ള ധൈര്യം കൊണ്ടാണ് ഇത്രയും ചറ്റത്തരങ്ങളൊക്കെ ഇവന്മാർ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും ഇനി ഒരു 3 സീസൺ അടുപ്പിച്ച് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പോലും ഇപ്പോഴത്തെ നമ്മുടെ മോശം പെർഫോമൻസിനെ മുന്നിലേക്ക് കടക്കാനത് സാധിക്കില്ല. കാരണം കേരളത്തിൽ നിന്നൊരു ക്ലബ്ബ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, കേരളത്തിൽ നിന്നൊരു ക്ലബ്ബ് എന്ന് പറയുന്നത് അതിന് ഇത്രത്തോളം ഫാൻസ് കിട്ടുക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ആവുക, ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ആകുക, അങ്ങനെയൊക്കെ അത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബാണ്. അതിനെയാണ് ഈ ഒരു നിമകണ്ഠ പ്രസാദും അദ്ദേഹത്തിൻ്റെ മകനായ, നിങ്ങൾക്കറിയാം അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, നിഖിൽ നിമകണ്ഠയും ഇവരെല്ലാം കൂടിയിട്ട് നശിപ്പിക്കുന്നത്. എന്തായാലും അതിൽ പറയുക, നമ്മൾ ഫാൻസ് കണ്ണടച്ചിരിക്കുക അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. നമുക്ക് നമ്മളെന്താ പറഞ്ഞാലും പ്രത്യേകിച്ചൊരു ഗുണമില്ല. എന്തായാലും ഇപ്പം ചെയ്യുന്ന നിങ്ങൾക്കെല്ലാം കണ്ടു കാണും. അതായത് ഫോറിൻ താരങ്ങളോടൊക്കെ വീട്ടിൽ പോയിക്കോളാൻ പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ തുടരാൻ താല്പര്യം പോയിക്കോളൂ, ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഇതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ടൂർണമെൻറ്റ് നീട്ടി വെച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി ആയിക്കഴിഞ്ഞാലോ അനാവശ്യമായിട്ട് വെറുതെ ഇവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും മാനേജ്മെൻറ്റിന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഇവർ ഒപ്പിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ പോയിക്കോ, പിന്നെ പ്ലേയേഴ്സിന് മാച്ചും കിട്ടാതാവും. അവർക്കും അതൊരു വിഷയമാകും. ചിലപ്പോൾ ആ ഒരു രീതിയിൽ അവരൊക്കെ അങ്ങ് പോകും. അതിൻ്റെ ഒരു അടവാണ് എന്ന് തന്നെ പറയണം. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും നിങ്ങൾക്കറിയാം വിദേശ താരങ്ങളോട് പോയിക്കൊള്ളാൻ പറഞ്ഞ കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ദുഷാൻ ലഗേറ്ററൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനൊരു ലീഗിൽ അദ്ദേഹം നിൽക്കുമോയെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മറ്റ് പ്ലേയേഴ്സാണെങ്കിലും നോവാസുദോ എനിക്കറിയില്ല. നോവാസുദോ അഡ്രിയലോടെ കാര്യത്തിൽ സംശയം, കാരണം അവർക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നാഗ്രഹമുള്ള ആളുകളാണ്. ദുഷാൻ്റെ കാര്യം കൂടെ ഉള്ളൂ. ഇനി അദ്ദേഹം കൂടെ ഉള്ളല്ലോ, ഇനി ഇവർ 3 പേരെയും കൂടെ ഉള്ളല്ലോ. ബാക്കി 3 പേരും പോയി, ക്വാമി പോയി, മിലോസ് പോയി, ഹീസസ് പോയി. 3 പേർ. ഉള്ളവരെ തന്നെ പിടിച്ചു കിടത്താൻ സാധിക്കുന്നില്ല. എന്തായാലും വല്ലാത്തൊരു മാനേജ്മെൻറ്റായിപ്പോയി. ഉടൻ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് ഇനി അടുത്ത 2 സീസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ പോലും ഇങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റിനെ നമ്മുടെ ബ്ലാസ്റ്റ് കേരള ബേസ്ഡ് ടോപ്പ് ടയറിൽ കളിക്കുന്ന ഒരു ക്ലബിന് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. എല്ലാവരും കൂടെ ഒരു പ്രൊട്ടസ്റ്റൊക്കെ സംഘടിപ്പിച്ച് ഇവരെ ഈ ഒരു മാഗ്നം ഗ്രൂപ്പിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്ത് നിന്നെടുത്ത് മാറ്റിയേ മതിയായുള്ളൂ.